ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളുണ്ടല്ലോ, ഞാൻ അടുത്ത മാസം നേഴ്സിങ്ങിന് പോവാണ്. അപ്പം അതിനുള്ള എന്താ പറയുക ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാട്ടോ. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ നല്ല പെട്ടി കണ്ടു. എനിക്കിഷ്ടമുള്ള കളർ ബ്ലൂ കളറാണ്. അപ്പോൾ ഞാൻ സ്കൈ ബ്ലൂ ടൈപ്പ് പെട്ടിയാണ് നോക്കണത്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു പെട്ടി കിട്ടി. ആദ്യം നോക്കിയപ്പോൾ കുറച്ച് എന്താ പറയുക ബിഗ്ഗായിരുന്നേ. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ബാംഗ്ലൂരാട്ടോ നേഴ്സിങ്ങിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുക നമുക്കൊരു ബാഗ് ഫ്രീ ആയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് അതിൻ്റെ കൂടെ എന്താ പറയുക ഒരു ഷൂ അതൊക്കെ വെക്കാനുള്ള റാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മളത് എടുത്തില്ല, കാരണം ഭയങ്കര ബിഗ്ഗാണ്. നമുക്കത് ഹാൻഡിൽ ചെയ്യാനും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനെടുത്ത വീഡിയോ കുറച്ച് എന്താ പറയുക സ്പീഡിലായി എടുത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ കറക്റ്റായിട്ടാവില്ല കേട്ടോ. എന്താ പറയുക വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോപ്പിങ്ങിന് ഇങ്ങനെ പോകുന്നു, ഓരോ ഐറ്റംസൊക്കെ നോക്കായിരുന്നു. നല്ല രസമാണല്ലോ ഡ്രസ്സിൻ്റെ ഡിസൈൻസും ഓരോന്ന് കാണുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ആകർഷിപ്പിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തു. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഇടയ്ക്കൊക്കെ എന്താ പറയുക സാധനം ബില്ല് ചെയ്യാൻ പോകുന്ന സെക്ഷനിൽ വന്നപ്പോൾ അവൾ പെട്ടിയൊക്കെ എടുത്ത് പൊക്കി കാണിക്കുകയായിരുന്നു. ചേച്ചി ഇതേ എടുത്തു വിട്ടാൽ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തമ്പ് വെച്ച് കാണിക്കേണ്ട ഓക്കെ എന്ന്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി, ഞാനും പപ്പയും അനിയത്തി ഞങ്ങളുടെ കൂടെ ഞങ്ങളും അമ്മച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയി ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് ആദ്യം ചോറ് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ പറഞ്ഞു ഇടയ്ക്കൊക്കെ അല്ലേ പുറത്ത് പോകണേ, അപ്പോൾ അൽഫാം മന്തി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മന്തി പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 3/4 മണിക്കൂറിന് മേളിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. അത്ര നേരം ഇരുന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു. അത് നന്നായിട്ട് ഫുഡ് കഴിച്ചെന്ന് തന്നെ പറയാം. പിന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ, കാരണം കുറച്ച് നാളായിട്ട് വിചാരിക്കുക എവിടെയെങ്കിലും പുറത്ത് പോകണം. അപ്പം അങ്ങനെ ഷോപ്പിങ്ങിനാണെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്കൂടെ അവളെ കൊക്കക്കോള, എൻ്റെ അനിയത്തിക്കുട്ടി കൊക്കക്കോള വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു. കൊക്കക്കോള കുടിച്ചിട്ട് ആണെങ്കിൽ എൻ്റെ പൊന്നെ ഫുൾ വായൊക്കെ മരവിച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ലിബാമൊക്കെ ഇട്ട് ഒന്നിരുന്ന് സുന്ദരിയായി. പിന്നെ ജസ്റ്റ് അവിടുത്തെ കുറച്ച് കേക്കുകളും അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്താട്ടോ. പിന്നെ ഞങ്ങൾ പോണത് കടലിലേക്കാണ്. വാടി ബീച്ച് എന്നാട്ടോ പറയണേ. വാടി ബീച്ചിലേക്ക് ഞങ്ങൾ പോവാട്ടോ, കൊല്ലത്താട്ടോ. അവിടെ ചെന്നപ്പോൾ ശംഖുകളൊക്കെ കിട്ടി. നല്ല രസം, എന്ത് രസമെന്ന് പറയുക കാണാൻ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കായിരുന്നു കുറച്ച് ശംഖുകളൊക്കെ കുറച്ച് ശേഖരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. ഇതൊക്കെ സർപ്രൈസാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നു. അവിടെയൊക്കെ ഇപ്പോൾ ട്രോളിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് വെള്ളപ്പൊക്കവും മഴയും അതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇതിപ്പോൾ ബോട്ടൊക്കെ പോയി തുടങ്ങണേ ഉള്ളൂ. ഇവിടെയും അതെ, ഇവിടെ കൊല്ലം ആയതുകൊണ്ട് ഒത്തിരി മഴയില്ല, എന്നാലും കുറച്ച് മഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ മീനുകളൊക്കെ കണ്ടോ, കൊഞ്ചൊക്കെ നല്ല കൊഞ്ചൊക്കെ നല്ല വലിയ കൊഞ്ചാട്ടോ. ഇപ്പോൾ മീനുകൾ വരുന്നേ ഉള്ളൂ, പക്ഷെ നല്ല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ മീനൊന്നും വാങ്ങാൻ പറ്റിയില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണു, കാറ് യാത്ര ചെയ്യുക. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് കണ്ടപ്പോൾ നല്ല രസം തോന്നിയ കുറച്ച് ഡ്രസ്സുകൾ കേട്ടോ, കുറേ പാൻറ്റും ബനിയനും ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഓരോ ഐറ്റംസ് ആണല്ലോ കൂടുതൽ അവിടെ ഉള്ളത്. പിന്നെ എനിക്കവിടെ ചെന്നപ്പോൾ സ്പ്രേയുടെ ഒക്കെ ഓരോ ബോട്ടിലിൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ പ്രത്യേക ഒരു അട്രാക്ഷൻ. പിന്നെ ഞാൻ നേഴ്സിങ്ങിന് പോകുന്നതുകൊണ്ട് അവിടെ ചുരിദാർ മാത്രമാണല്ലോ അലോഡ്. അവിടെ ചുരിദാർ, ഷോള് അങ്ങനെയൊക്കെ ഐറ്റംസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുകൂട്ടം വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു കുഞ്ഞാളെ കാണിച്ചത്. പിന്നെ ഞാൻ 2-3 ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. അതിൽ ഞാൻ 2 എടുത്തോളൂ, 2 ടോപ്പ് എടുത്തോളൂ, ഇനി എടുക്കണം. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി, ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് പോലത്തെ എടുത്തു. പിന്നെ ക്ലിപ്പിനൊക്കെ 29 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പ് വാങ്ങി. പിന്നെ ഒരു ഈ കീ ചെയിൻ എടുത്തത്, ഒരു പച്ച കളറിലൊക്കെയുള്ള കീ ചെയിൻ ഞാൻ എടുത്തത്. പിന്നെ സ്പ്രേയുടെ ബോട്ടിൽ കാണാൻ നല്ല രസം, ഹാർട്ട് ഷേപ്പിൽ ഓരോ ഷേപ്പിൽ കാണുന്ന രസമാണ്. ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ചായ കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ കാറിൽ യാത്ര ചെയ്ത് ഒരു തട്ടുകട ഒരു കുഞ്ഞ് നല്ല രസമായിട്ട് കാണാൻ. നല്ല അവിടെ തണുപ്പാട്ടോ, കൊല്ലത്തിൻ്റെ ഒരു ഭാഗം എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ ഒരു മുട്ട ബജിയൊക്കെ കഴിച്ച് പോന്നു. പിന്നെ അതിനിടയ്ക്കൂടെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കിളിക്കുഞ്ഞിനെ